ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ കൊമ്പ് കോർക്കാൻ ആരൊക്കെ എത്തുമെന്നുള്ളത് ഒരു സർപ്രൈസായി തുടരുന്നു. പലരും പല പ്രവചനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഇക്കുറി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുക തന്നെ വേണം. ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിലും മറ്റും വ്യക്തമാക്കുന്നത് ഇക്കുറി ഗെയിമിൽ തീപാറും എന്ന് തന്നെയാണ്. കഴിഞ്ഞുപോയ സീസണേക്കാൾ കൂടുതൽ കടുപ്പമേറിയ എന്തൊക്കെയോ ഇത്തവണ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിനിടെ ബിഗ് ബോസ് 11 സീസൺ വിജയിയായ ദിൽഷ പ്രസന്ന ഇത്തവണ ആരൊക്കെ ഷോയിൽ ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ദിൽഷയുടെ പ്രതികരണം: പുതിയ മത്സരാർത്ഥികളോട് പറയാനുള്ളത് ഇത് ബിഗ് ബോസ് ആണ്. കേരളത്തിലെ ഒരു വലിയ റിയാലിറ്റി ഷോ ആണ്. ഒരുപാട് പ്രേക്ഷകരുണ്ട്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നന്നായി പെർഫോം ചെയ്യുക. ഇതൊരു ഗെയിമാണല്ലോ. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ട് നന്നായി ആസ്വദിച്ച് ചെയ്യുക. താൻ ബിഗ് ബോസിലേക്ക് പോയത് വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെയാണ്. പക്ഷേ തയ്യാറെടുപ്പുകളോടെ വരുന്ന ആളുകളും ഉണ്ടെന്നറിയാം. തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ പോയി ഷോ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ എങ്ങനെ ഓരോ മത്സരാർത്ഥിയെയും പുറത്താക്കിക്കൊണ്ട് 100 ദിവസം എങ്ങനെ നിൽക്കാമെന്ന് നിങ്ങൾക്ക് നേരത്തെ തയ്യാറെടുത്തു പോകാം. താൻ ബിഗ് ബോസിലേക്ക് വന്നത് ഒരു വലിയ ബ്രേക്കിന് ശേഷമായിരുന്നു. അതിനു മുമ്പ് താൻ ഏഷ്യാനെറ്റിൽ തന്നെ വേറെ പരിപാടികളും സീരിയലുകളും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വന്നത്. അത് തനിക്കൊരു വലിയ ബ്രേക്കായിരുന്നു. കാരണം അതിനുശേഷമാണ് ആളുകൾ വീണ്ടും എന്നെ അറിഞ്ഞു തുടങ്ങിയത്. നല്ല അവസരങ്ങൾ കിട്ടിയതും അതിനുശേഷമാണ്. ബിഗ് ബോസിലൂടെ തനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസിന്റെ പുതിയ സീസണിൽ ധ്യാൻ ശ്രീനിവാസൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എല്ലാ എപ്പിസോഡുകളും നല്ല അടിപൊളിയായിരിക്കും. ഫുൾ കോമഡി ആയിരിക്കും. ധ്യാൻ എങ്ങനെയാണ് 100 ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്ന് തനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അലൻ ജോസ് പെരേര, ആറാട്ടൻ ഇവരൊക്കെ വരട്ടെ. ഇവരൊക്കെ വന്നാൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആകുമെന്നാണ് വിശ്വാസം. തനിക്കറിയുന്ന ചിലർ വിളിച്ചു പറഞ്ഞിരുന്നു ബിഗ് ബോസിലേക്ക് വിളി വന്നിട്ടുണ്ട് എന്ന കാര്യം. ആരാണെന്ന് പറയുന്നില്ല. തൻ്റെ അടുത്ത് അവർ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിലെ അനുഭവം എന്നും എങ്ങനെയൊക്കെ ഷോയിൽ നിൽക്കണമെന്നും. ഞാൻ പറഞ്ഞത് നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളല്ലല്ലോ ഇനി വരാൻ പോകുന്നത്. അവർക്ക് അവരുടേതായ സ്വഭാവ രീതികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അത് നമ്മുടേതുപോലെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ സീസൺ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് പോകുക എന്നാണ് ദിൽഷ പറഞ്ഞു.